ഇവിടെ ഇങ്ങനെ കിങ്ങിനും കൂടി വെക്കണം. ഇതിങ്ങനെ മാറ്റിയിട്ട് 2 കിങ്ങുമാർ ഒരുമിച്ച് ആണെങ്കിൽ സുൽത്താനും കൂടി വന്നു. സുൽത്താന് കച്ചറിന്റെ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ കിങ്ങിനെ തൊടാൻ ആരും ഇല്ലാന്നുള്ളതാണ്. കഴിഞ്ഞ കളിയിൽ മൂപ്പരടിച്ച് 50 ബോള് 10, 38, 35 എടുത്ത് നോക്കി നിങ്ങൾ പറയിക്കില്ല. മൂപ്പര അതിലിട്ടാല് ബാക്കിയുള്ളവർക്ക് ആവേശം കൂടല, ബാക്കിയുള്ളവർ അങ്ങോട്ട് പൊളിച്ചെടുക്കല. പട്ടീദാറിന്റെ ഒക്കെ അടി, പട്ടീദാറും പിന്നെ നമ്മളെ ഡേവിഡും നിങ്ങൾ ഇന്ന് താങ്ങൂലട്ടാ. ഷാമേ എന്ന് പറഞ്ഞ 6 ഇങ്ങനെ പോകാൻ ഷാമി ഭയങ്കര ഫോമിലാണ്. അതുപോലൊക്കെയാണ്. പിന്നെ ഞങ്ങള് ചെക്കനെ ഇറക്കിയിട്ടുണ്ട്. ഏത് പട്ടീദാറിന്റെ മുമ്പ് നിങ്ങൾ ചെന്നാ മതിയാവും. പാണ്ഡ്യക്ക് കഴിഞ്ഞ കളി പറ്റെന്താ ഇമ്മാരി അടി അടിച്ചിന, സ്പിന്നിന് അടിച്ചിന. അവൻക്കെതിരെ വായണ്ട് മാർക്കണ്ട, അതുകൊണ്ട് ഇപ്പൊ മറക്കേണ്ട അവസ്ഥയിലായി മൂപ്പരുത്. അതേപോലെ ലിന്റെ അവസ്ഥ. ഞങ്ങള് കറക്കി ആവേശക്കാരന്റെ ആവേശത്തിലുള്ള ബോളിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും ചെയ്യാൻ കഴിയൂല. ഞങ്ങളിങ്ങനെ ആ ബാറ്റിംഗ് പിച്ചിൽ ഇങ്ങനെ നിങ്ങളെ ഗ്രൗണ്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തച്ച് നടക്കാന്നല്ലാതെ ഞങ്ങൾ എല്ലായിടത്തൊക്കെ പോയി തച്ചില്ല. മുംബൈയിൽ പോയിട്ടാണ് കഴിഞ്ഞ കളി അടിച്ചത്. എവിടൊക്കെ പോയോ അവിടൊക്കെ ഞങ്ങൾ അടിച്ചു. കാരണം എന്താ വെച്ചാലേ ഈ ടീം മാറിയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം കപ്പെടുത്തോട് കൂടി ആകെ തോറ്റത് ആറാറിനായിട്ടാണ്. അത് കഴിഞ്ഞ് 4 കളി അത് കഴിഞ്ഞ് അത് 4 കളി 6 എല്ലാ കൊല്ലം ഒരു ചടങ്ങ് പോലെ ജയിക്കുന്നതും പിന്നെ തുടർച്ചയായി തോൽക്കുന്നതുമാണ്. അപ്പൊ ആ ഘട്ടം ഒരു കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞങ്ങൾ ജയിച്ചു. അതിന് ശേഷം കളി നടന്നു. ഞങ്ങളിപ്പോ എവിടെ എത്തിക്കണം? നിങ്ങളെ അവസ്ഥ എന്താണ്? പന്ത് കഴിഞ്ഞാലും പൊട്ടിയില്ലേ? ഈ പൂർണ്ണ ഏതെങ്കിലും ഒരു കളിയാവും ഫോം ആയിട്ടുണ്ടാ? ബാക്കിയുള്ള കളിക്കാർ ആ ഇതൊക്കെ വെറും കുട്ടിക്കളിയാ. മൈറ്റി ഓസീസ് ഒക്കെ T20 കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മള് കണ്ടില്ലേ? സിംബാബ്വേനേറ്റും എല്ലാവരും പൊട്ടിക്കാണ്ട് നാട്ടിക്കാണ്ട് പോയിക്കാണ്ട്. അപ്പൊ ആ മൈറ്റിത്തരം ഇങ്ങോട്ട് എടുക്കാം. മൈറ്റിത്തരം വന്നിട്ട് നിങ്ങളെ കൊണ്ട് ആവൂല. മൈറ്റിത്തരേ പറഞ്ഞവരൊന്നല്ല. അതാണ് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ കിട്ടൂല, അടിച്ചിട്ട് പരത്തും നിങ്ങളൊന്നും ചെയ്യാൻ പോണില്ല ഈ കളി എന്ന് പറഞ്ഞാല്. ഞങ്ങളെ ഫോമിലാണ് മാർക്കർ ആകെ 1-2 കളിയിട്ട് അയാൾ അടിച്ച്. ബാക്കി കളി അയാൾക്ക് ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയി മാറിയിട്ടുണ്ട്. അയാളെ കൊണ്ട് നിങ്ങളെ ബാറ്റിങ്ങിൽ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചു. പുതിയ ഫിനിഷർ എല്ലാവരും പറയുന്നത് ഒറ്റ കളിയില്. അതിന്റെ അടുത്ത കളി ഇപ്പൊ കഴിഞ്ഞ കളിയിൽ 2 കളിയിലേ കഴിഞ്ഞുള്ളൂ. ബാക്കി കൺസിസ്റ്റന്റ് ആണ്. ഒരു കളി ചെക്കനല്ലേ, ചെറിയ ചെക്കനല്ലേ, 17 ബോൾ നിന്നാണ്ട് അത്രയും റണ്ടല്ലേ അടിച്ചത്. അതാണ് നിങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ചാമ്പ്യൻ ചൗധരി ഞാൻ പറഞ്ഞത് ഒരു കളി അടിച്ചിട്ട് നിങ്ങളെ സൈസാക്കും. പുതിയ ധോനി എന്നങ്ങനെ പറയണ്ടേ. അതൊക്കെ ആരോ പറഞ്ഞു ഫസ്റ്റ് കളി കഴിഞ്ഞപ്പോ. രണ്ടാമത്തെ കളി മാറ്റി. അതിന് 3ാമത്തെ കളി ഉണ്ടാവേ. 3ാമത്തെ കളിയിൽ മൂപ്പരുടെ കളി നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങളെ വിശ്വാസങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഞങ്ങളെ ബാറ്റർമാരെ ഒരു ഫോം എന്താന്നുള്ളത് കണ്ടിട്ട് എല്ലാരും ഞെട്ടി നിൽക്കുകയാണ്. പട്ടീദാറിനൊക്കെ അടി നിങ്ങൾ സഹിക്കൂല. പിന്നെ കഴിഞ്ഞാൽ ഞങ്ങള് കണ്ടില്ല, ഞങ്ങള് ഏതൊത്ത് പഠിക്കലിനെ കൽപ്പിച്ചിട്ടും കൂടിയില്ല. ബാക്കി എല്ലാരും അടിയായതുകൊണ്ട് തന്നെ ആവശ്യമില്ല. പിന്നെ സാൾട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വരകി സാൾട്ട് ഇട്ട് വെക്കും. മുളക് നോക്കണം. പന്താണ് അവിടെ തിരിഞ്ഞടിക്കും. കുറെ കാലം തിരിഞ്ഞടിച്ചിട്ട് ഇപ്പൊ തിരിഞ്ഞളിയേ ഉള്ളൂ. റണ്ണൊന്നും വരണില്ല. ഒരു കളിയിലെ ബാറ്റിങ് അതിന്റെ ഒപ്പം ആർക്കും എത്താൻ പറ്റില്ല. നിങ്ങളെ ഗ്രൗണ്ടിൽ ജയിച്ചല്ല ഇല്ലല്ലോ. അപ്പൊ അതാണ് നിങ്ങളെ അവസ്ഥ. കെജൂല ഞങ്ങൾ 2 കളി ജയിച്ചില്ലേ? അത് വേറെ 2 കളി തോറ്റേ. അത് സമ്മതിച്ചു. അതാണ് അടുത്ത കളി നിങ്ങളേറ്റല്ലേ? വമ്പൻ സ്രാവുകളെ കിട്ടണം. അപ്പോഴാണ് തോൽപ്പിക്കാൻ ഒരു ആരുണ്ടാവുള്ളൂ. ഏതായാലും ഇന്നും നിങ്ങൾ പൊട്ടും. ഇത് കിങ് കുട്ടികൾ പ്രാവശ്യം കപ്പുണ്ടാവും. നിങ്ങളെ ഗ്രൗണ്ടിൽ ജയിക്കാത്ത പോലല്ല, ഞങ്ങളെ ഗ്രൗണ്ടിൽ നല്ലോണം ജയിച്ചു. ഇന്ന് ബാംഗ്ലൂർ കാണാൻ